ആർത്തവ വിരാമത്തിന് ശേഷം സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ അപരിചിതമായി തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ? ഇത് ശരിക്കും ഞാനാണോ എന്ന്? പരിചിതമായ നമ്മുടെ മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ, പക്ഷേ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. പഴയൊരു തിളക്കം നഷ്ടപ്പെട്ടു പോയതുപോലെ, മുഖം മങ്ങിപ്പോയതുപോലെ, ചുളിവുകളും പാടുകളും പിഗ്മെൻറ്റേഷനും കണ്ണിന് താഴെ കറുത്ത വലയങ്ങളുമൊക്കെയായിട്ട് മുഖം പരിണമിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് ഒരിക്കലും ഒരൊറ്റപ്പെട്ട വിഷയമല്ല. ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. സ്ത്രീകളുടെ ജീവിതം ഒരുപാട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് പ്യൂബർട്ടി, പ്രായപൂർത്തിയാകുന്ന ഋതുമതിയാകുന്ന ഒരു ഘട്ടം. രണ്ടാമത്തേത് പ്രഗ്നൻസി, ഗർഭധാരണം. മൂന്നാമത്തേത് പെരിമെനോപോസ്, മെനോപോസിന് അതായത് ആർത്തവ വിരാമത്തിന് തൊട്ട് മുൻപുണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ആരംഭിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടമാണത്. പിന്നീട് മെനോപോസ്, ആർത്തവ വിരാമം. ഇത് സ്ത്രീകളുടെ ജീവിതത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഇവ ഓരോന്നും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഘട്ടങ്ങളിലൂടെ സ്ത്രീ ജീവിതം മുൻപോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് സ്ത്രീകൾ വിധേയരാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും. അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? ജീവിക്കുന്ന കാലത്തോളം നമുക്കൊന്ന് ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തിന് ശേഷം ആ പഴയ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സൗന്ദര്യത്തെ വീണ്ടെടുക്കുന്നതിനും കൂടുതൽ തിളക്കത്തോടെയും പ്രസരിപ്പോടെയും ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീവിതം എല്ലായ്പ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം, അല്ലേ? ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ പാഠങ്ങളും ഉൾക്കൊള്ളാനായിട്ടുണ്ട്. വർഷങ്ങളോളം നമ്മുടെ ശരീരം മാസാമാസം ചെയ്തുകൊണ്ടിരുന്ന ഒരു കർത്തവ്യത്തിൽ നിന്നുള്ള വിടുതൽ, പീരീഡ്സ് നിലയ്ക്കുന്ന ഒരവസ്ഥ, അതാണ് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ അളവ് കുറയുന്നതിനാൽ ഒരുപാട് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഇക്കാലയളവിൽ സംഭവിക്കാം. ഉറക്കം കുറയുക, അമിതമായിട്ടുള്ള ക്ഷീണം, അമിതമായ വണ്ണം, മുടികൊഴിച്ചിൽ, ഹോട്ട് ഫ്ലാഷസ്, അതായത് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അമിതമായ പുകച്ചിൽ, ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകാതെ ഒരു മാറ്റത്തിന് നമുക്കൊന്ന് തയ്യാറെടുത്താലോ? എല്ലാം പോകുന്നത് പോലെ പോകട്ടെ എന്ന മനോഭാവം മാറ്റിവെച്ചിട്ട് നമുക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരത്തിൽ ആർത്തവ വിരാമത്തിന് ശേഷം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖം വല്ലാണ്ട് മങ്ങിപ്പോവുക, തിളക്കം നഷ്ടപ്പെടുക, ഇതൊക്കെ മാറാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് അധിക ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. അപ്പോൾ എന്തായാലും ഇനി ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പോപ്പി സീഡാണ്. വൈറ്റ് കളറിലുള്ള ചെറിയ സീഡാണിത്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന, സ്കിൻ നല്ല ബ്രൈറ്റനാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. രണ്ടാമതായി നമുക്ക് ആവശ്യം കുറച്ച് ഉഴുന്നാണ്. ഇത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഒരു സാധനം തന്നെയാണ്. ധാരാളം പ്രോട്ടീനും ഫൈബറും ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ഇത് സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ കുറയ്ക്കാനും ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ നല്ല ക്ലീൻ ആകാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ 2 ടീസ്പൂൺ പോപ്പി സീഡും 1 ടീസ്പൂൺ ഉഴുന്നും എടുക്കുക. എന്നിട്ട് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഇത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യാം. മുഖത്ത് നല്ല മോയ്സ്ചർ നിലനിർത്താനും മുഖം നല്ല സോഫ്റ്റ് ആകാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട്
1/2 ടീസ്പൂൺ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. ഇത് ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് ആവണക്കെണ്ണ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നല്ലതുപോലെ മുഖം ബ്രൈറ്റൻ ആകാനായിട്ടും മുഖം നല്ല ക്ലീൻ ആകാനായിട്ടും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓരോ ദിവസത്തിനും വേണ്ടിയുള്ളത് അതത് ദിവസങ്ങളിൽ തയ്യാറാക്കി ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഭക്ഷണശീലങ്ങളും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരബലം മസിലുമൊക്കെ നിലനിർത്താനായിട്ട് കടല, ഉഴുന്ന്, പയറ്, മുട്ട, മീൻ, താറാവ്, ചിക്കൻ ഇതൊക്കെ കഴിക്കുക. അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അതെന്തൊക്കെയാണ്? പപ്പായ, സപ്പോട്ട, സീതപ്പഴം, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ഇലക്കറികൾ, ചീര, മുരിങ്ങയില, മത്തയില ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ഭക്ഷണശീലങ്ങളെയൊക്കെ നിങ്ങളൊന്ന് ക്രമീകരിക്കുക. പിന്നെ മറ്റൊന്ന്, വസ്ത്രധാരണത്തിനും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു 50കൾക്കൊക്കെ ശേഷം സ്ത്രീകൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് ഡൗൺ ആയി പോകാറുണ്ട്. അത് അവരുടെ വസ്ത്രധാരണ രീതിയിലും പ്രകടമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാരിയൊക്കെയാണ് ഉടുക്കുന്നതെങ്കിൽ അതൊക്കെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒക്കെ ഉടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ബ്രൈറ്റ് കളേഴ്സൊക്കെ ചൂസ് ചെയ്യുക. അതേപോലെ മൾക്കോട്ടൺ, ചന്തേരി, ടെസർ സിൽക്ക്, അതേപോലെ തന്നെ ലിനൻ ബ്ലെൻഡ് ഇത്തരത്തിലുള്ള ഫാബ്രിക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കുക. എന്ന് വെച്ച് ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുക എന്നുള്ളതല്ല. ചെറിയ രീതിയിൽ ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. പകൽ സമയങ്ങളിലാണെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. രാത്രി സമയങ്ങളിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുക. മോയ്സ്ചറൈസർ, അതിനുശേഷം റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 50കൾക്ക് ശേഷമുള്ള സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ആവണം എന്നതിനെക്കുറിച്ച് ഞാനൊരു വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഒരുപാട് നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരുപാട് ഫേസ് പാക്കുകളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു സ്കിൻ കെയറും നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള വളരെ തിളക്കമുള്ള ഒരു സ്കിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. അത് നിങ്ങളെ കൂടുതൽ അറിയാൻ, നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ജീവിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറാൻ വേണ്ടി പ്രകൃതിയായിട്ട് തരുന്ന ഒരു മാറ്റമാണിത്. അപ്പോൾ അതിനെ കൂടുതൽ ആസ്വദിക്കുക, കൂടുതൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസമുള്ള വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.